കേരള നവോത്ഥാന നായകരെക്കുറിച്ചുള്ള 14ാമത്തെ വീഡിയോയാണിത്. ഈ വീഡിയോയിൽ സഹോദരൻ അയ്യപ്പനെ കുറിച്ചാണ് പറയുന്നത്. സഹോദരൻ അയ്യപ്പൻ്റെ ജീവിതകാലം 1889 മുതൽ 1968 വരെ ആയിരുന്നു. നവോത്ഥാന വിപ്ലവകാരി, സാമൂഹിക പരിഷ്കർത്താവ് എന്നീ നിലകളിൽ അദ്ദേഹം പ്രസിദ്ധനായിരുന്നു. ഗാന്ധിസത്തെയും കമ്മ്യൂണിസത്തെയും സ്വാംശീകരിക്കുന്ന നവോത്ഥാന ചിന്തയാണ് അയ്യപ്പൻ്റേത്. 1889 ഓഗസ്റ്റ് 22 എറണാകുളത്ത് ചേറായിലാണ് അദ്ദേഹം ജനിച്ചത്. അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച അയ്യപ്പൻ കുമാരനാശാൻ തുടങ്ങിയവരിലൂടെ SNDP യോഗവുമായി ബന്ധപ്പെട്ടു. നാരായണ ഗുരുവുമായുള്ള സമാഗമം ജാതി ചിന്തയ്ക്കെതിരെ പൊരുതാൻ കൂടുതൽ ശക്തി നൽകി. 1917 മെയ് 29 ഈഴവനെയും പുലയരെയും ഒന്നിച്ചിരുത്തി മിശ്രഭോജനം സംഘടിപ്പിച്ച് ജാതിക്കോമരങ്ങളെ അദ്ദേഹം വെല്ലുവിളിച്ചു. 1917 സഹോദര സംഘം അദ്ദേഹം സ്ഥാപിച്ചു. മിശ്രവിവാഹം, മിശ്രഭോജനം എന്നീ പ്രായോഗിക വഴികളിലൂടെ ജാതിഭേദം മാറ്റാൻ കഴിയുമെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. 1919 മട്ടാഞ്ചേരിയിൽ നിന്ന് സഹോദരൻ പത്രം പുറത്തിറങ്ങി. സഹോദരനിലൂടെ മാർക്സ്, ലെനിൻ തുടങ്ങിയവരുടെ സമത്വാധിഷ്ഠിത ആശയങ്ങൾ അയ്യപ്പൻ പൊതുജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചു. തൊഴിലാളി പ്രസ്ഥാനങ്ങളെയും യുക്തിവാദ പ്രസ്ഥാനത്തെയും പിന്തുണച്ച അദ്ദേഹം 1928 യുക്തിവാദി മാസികയുടെ പത്രാധിപരായി. വനിതകൾക്ക് തൊഴിലും വിദ്യാഭ്യാസവും സംരക്ഷണവും നൽകുന്നതിനായി 1964 ശ്രീനാരായണ സേവികാ സമാജ സംഘത്തിന് രൂപം കൊടുത്തു. കൊച്ചി നിയമസഭയിൽ ഏറെക്കാലം അംഗമായിരുന്ന സഹോദരൻ അയ്യപ്പൻ തിരുക്കൊച്ചിയിലെ ആദ്യ മന്ത്രിസഭയിലും അംഗമായി. അയ്യപ്പന്റെ സേവനങ്ങൾ കണ്ടറിഞ്ഞ കൊച്ചി മഹാരാജാവ് വീരശൃംഖല നൽകി അദ്ദേഹത്തെ ആദരിച്ചു. മരുമക്കത്തായ തീയ ബിൽ, സിവിൽ മാരേജ് ബിൽ തുടങ്ങിയ അനവധി നിയമങ്ങൾ പ്രാവർത്തികമാക്കിയത് സഹോദരൻ അയ്യപ്പനാണ്. 1968 മാർച്ച് 6 സഹോദരൻ അയ്യപ്പൻ അന്തരിച്ചു. ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. Please don't forget to subscribe to MalluTube for latest updates. So please subscribe and thank you for watching MalluTube.